ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഹി അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ മഹിയുടെ വീട്ടുകാർക്കും കണ്ണേട്ടൻ്റെ വീട്ടുകാർക്കും അത് മരിക്കുന്നതിന് തുല്യമായിരിക്കും. പ്രസവം കഴിയുന്നതിന് വരെ മഹിയെ ഇവിടെ നിർത്തുന്നതാണ് നല്ലത് എന്ന് ലേഖ പറയുമ്പോൾ തൽക്കാലം അത് വേണ്ട എന്നും അങ്ങനെ ഒരു ഘട്ടം വന്നാൽ മഹിയെ ലേഖയെ ഏൽപ്പിക്കാമെന്നും കണ്ണൻ പറയുന്നുണ്ട്. സാഗറും മഞ്ജു ആണെങ്കിൽ മഹി അമ്മയാകാൻ പോകുന്ന വാർത്ത അറിഞ്ഞ് മഹിക്കായിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് മഹി അമ്പലത്തിൽ തൊഴാനായിട്ട് എത്തുന്നു. അപ്പോൾ അവിടെ വെച്ച് സിദ്ധിയായിട്ടുള്ള അമ്മയെ കാണുന്നുണ്ട്. അമ്മ പറഞ്ഞതുപോലെ കാർത്തിക ദിവസം തന്നെ ഞാൻ വിശേഷം അറിയിച്ചു എന്നും ദൈവത്തെ പോലെയാണ് എൻ്റെ മനസ്സിൽ അമ്മയ്ക്കുള്ള സ്ഥാനം, ഇതൊക്കെ അമ്മയ്ക്ക് എങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയുന്നു എന്നുള്ള മഹിയുടെ ചോദ്യത്തിന് ഈശ്വരനെ മാത്രം ഭജിച്ചു കഴിയുന്നവർക്ക് അങ്ങനെ ചില സിദ്ധികൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അമ്മ. തുടർന്ന് കണ്ണേട്ടൻ കാണാറുള്ള അമ്മയും ഞാൻ കാണുന്ന ഈ അമ്മയും ഒരാൾ തന്നെയല്ലേ? അപകടത്തിന് മുൻപ് അമ്മ തന്നെയല്ലേ കണ്ണേട്ടന് ആ അയ്യപ്പ വിഗ്രഹം കൊടുത്തത്? ആ അയ്യപ്പ വിഗ്രഹം ആ അയ്യപ്പ വിഗ്രഹം തന്നെയല്ലേ ഞാൻ പൂജിച്ച് ആരാധിക്കുന്നതും എന്നെല്ലാം മഹി ചോദിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും വ്യക്തമായിട്ടുള്ള ഒരു മറുപടി അമ്മ നൽകുന്നില്ല. മോളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, മോളുടെ കുഞ്ഞിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. സുഖപ്രസവം തന്നെയായിരിക്കും മോൾക്ക്, എങ്കിലും ആ കുഞ്ഞിൻ്റെ ജനനം കുറച്ച് കഠിനമായിരിക്കും. പക്ഷേ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മോളുടെയും മോളുടെ ഭർത്താവിൻ്റെയും ജീവിതത്തിൽ പിന്നെ ഉയർച്ചകളെ ഉണ്ടാവൂ. അത്രയ്ക്ക് സൗഭാഗ്യവും കൊണ്ടാണ് ആ കുഞ്ഞ് ജനിക്കാൻ പോകുന്നത്. പിന്നെ മോൾ അമ്മയാകാൻ പോകുന്ന വാർത്ത ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മോൾക്ക് പേരുദോഷത്തിന് ഇട നൽകും. കണ്ണൻ മോൾ നടന്നു തുടങ്ങിയ വിവരവും മോളുടെ പ്രസവം കഴിയുന്നത് വരെ ആരും അറിയരുത് എന്നും അമ്മ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. അങ്ങനെ അമ്മയുടെ വാക്കുകൾ കേൾക്കുന്ന മഹിക്കാണെങ്കിൽ ചെറിയൊരു ആശങ്കയൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് മഹി അമ്പലത്തിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നു. കണ്ണനാണെങ്കിൽ മഹി വരുന്നത് നോക്കി വീൽ ചെയറിൽ ഇരിക്കുകയാണ്. ദുർഗയും കണ്ണന് ജ്യൂസുമായിട്ട് അടുത്ത് തന്നെ നിൽപ്പുണ്ട്. മഹി വന്നിട്ട് കണ്ണൻ്റെ നെറ്റിയിൽ പ്രസാദം തൊട്ടു കൊടുക്കുന്നു. ഇതേ സമയം അമ്മയും മോളും കൂടി മാറി മാറി അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ നശിച്ചു പോണേ എന്ന് പറഞ്ഞായിരിക്കും രണ്ടുപേരും ദൈവത്തെ വിളിക്കുന്നത് എന്നെല്ലാം മുനവെച്ച് ദുർഗ സംസാരിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കുന്നവർ ആരും തന്നെ മറ്റുള്ളവർ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറില്ല എന്ന് ദുർഗയ്ക്ക് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ മഹി. അത്രയും പറഞ്ഞിട്ട് മഹി അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നതും പെട്ടെന്ന് തന്നെ കാല് സ്ലിപ്പായിട്ട് മഹി തറയിൽ വീഴുന്നുണ്ട്. അപ്പം ഇത് കണ്ട് ആകെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ കണ്ണൻ. എന്നിട്ട് ആവേശത്തോടെ മഹി എന്ന് വിളിച്ചുകൊണ്ട് വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ദുർഗയാണെങ്കിലും മഹാലക്ഷ്മിയുടെ നേർക്ക് തന്നെ തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ കണ്ണൻ വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കൂ എന്നൊരു പേടി മഹിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തറയിൽ ഇരുന്നു കൊണ്ട് തന്നെ വേണ്ട കണ്ണേട്ട എന്നുള്ള രീതിയിൽ മഹി കൈകൊണ്ട് കണ്ണന് നേരെ ആംഗ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ദുർഗയാണെങ്കിൽ ഇവളെന്താ ഈ കാണിക്കുന്നത് എന്നുള്ള മട്ടിൽ ദുർഗ തിരിഞ്ഞ് കണ്ണനെ നോക്കുന്നു. അപ്പോൾ മഹിയുടെ ഓർമ്മപ്പെടുത്തൽ എന്നുള്ള മട്ടിൽ കണ്ണൻ വീൽ ചെയർ ഒരു സ്വബോധം വീണ്ടിട്ടുള്ള പോലെ കണ്ണൻ വീൽ ചെയർ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇത്ര കണ്ണിൽ ചോര ഇല്ലാതായി പോയല്ലോ. ഒരാൾ വീണ് കിടക്കുന്നത് കണ്ടിട്ടും അയാളെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോലും അമ്മയ്ക്ക് തോന്നിയില്ലല്ലോ. എൻ്റെ കാലിന് സ്വാധീനമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇയാളെ എൻ്റെ ഉള്ളം കയ്യിൽ കോരിയെടുത്തേനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. സാരമില്ല കണ്ണേട്ട എന്ന് പറഞ്ഞുകൊണ്ട് മഹി ഒരു വിധത്തിൽ നിലത്ത് നിന്നും എഴുന്നേൽക്കുന്നു. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും അവിടെ നിന്നും പോയതിന് ശേഷം അവൾ തറയിൽ കിടന്നപ്പോൾ അവൾ എന്തോ അവനോട് പറയാൻ ശ്രമിച്ചല്ലോ. അവനും അവളും ചേർന്ന് എന്തോ മറയ്ക്കുന്നുണ്ടോ? മാത്രമല്ല അവൾ സ്ലിപ്പായി താഴെ വീണപ്പോൾ അവൻ എന്തിന് ഇത്രയ്ക്കധികം ടെൻഷനായത് എന്നുള്ള ചിന്തകൾ ദുർഗയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നീട് മുറിയിലെത്തുന്നതും തനിക്കൊന്നും പറ്റിയില്ലല്ലോ മഹി, താനിപ്പോൾ പഴയതുപോലെയല്ല, ഒരു കുഞ്ഞ് തൻ്റെ വയറ്റിൽ വളരുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വേണമെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ എനിക്കൊന്നുമില്ല കണ്ണേട്ടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് സിദ്ധിയായിട്ടുള്ള അമ്മയെ ഞാൻ ഇന്നും ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിരുന്നു. എത്ര പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും നമ്മുടെ കുഞ്ഞ് ജനിക്കും എന്ന് തന്നെയാണ് ആ അമ്മ പറഞ്ഞത്. അതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുമെന്നും അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞത് ഇതുവരെ ഫലിക്കാതിരുന്നിട്ടില്ലല്ലോ കണ്ണേട്ടാ, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹി കണ്ണനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഇവിടെ മോഹിനിയാണെങ്കിൽ മഹിക്ക് കൊടുക്കാനുള്ള പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരുന്ന കരുണയും മുത്തശ്ശിയാണെങ്കിൽ നീ ഇന്നലെ മുതൽ തുടങ്ങിയതാണല്ലോ മോഹിനി ഇങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ എന്നെല്ലാം ചോദിക്കുമ്പോൾ മോൻ്റെയും മോളുടെയും വിവാഹ വാർഷികമല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ മോളെ കാണാനായിട്ട് ഞാൻ പോകുന്നുണ്ട്. ലക്ഷ്മി മോൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇന്നലെ വന്നപ്പോൾ മോൾക്ക് അധികം ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല.
അവരുടെ മാത്രമല്ല കരുണമോളുടെയും ഉണ്ണിമോൻ്റെയും 1-ാം വിവാഹ വാർഷികമല്ലേ നാളെ എന്നെല്ലാം മോഹിനി പറയുമ്പോൾ ഭർത്താവ് ഉള്ളവരാണ് വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ ആഘോഷിക്കേണ്ടത്. എനിക്കതില്ല, ബന്ധം പിരിഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ മനസ്സിൽ അയാൾ മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് കരുണ കലിതുള്ളുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ട് മോഹിനി ആകെ വല്ലാതാവുന്നുണ്ട്. തുടർന്ന് എന്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ട് എന്തിനാ, ഇവളുടെ മോൾക്ക് ഈ ജന്മം ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള കഴിവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വീണ്ടും മോഹിനിയെ കുത്തി നോവിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സാഗറും മഞ്ജുവും പലഹാരങ്ങളും ഒക്കെ ആയിട്ട് കമലേശ്വരത്ത് എത്തുന്നുണ്ട് മഹിയെ കാണാനായിട്ട്. അപ്പോൾ ഇത് കണ്ട് മോഹിനിക്ക് ചില സംശയങ്ങളൊക്കെ വീണ്ടും തോന്നുന്നുണ്ട്. അതിന് പുറകെ മോഹിനിയും വരുന്നുണ്ട് കേട്ടോ പലഹാരങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, അപ്പോൾ വെറും കൈയോടെ വരാതെ പലഹാരങ്ങളൊക്കെ ആയിട്ട് വന്നത് എന്നെല്ലാം അവർ ദുർഗയുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഗർഭിണിയായ സ്വന്തം മകളെയും നാത്തൂനെയും കാണാനായിട്ട് പലഹാരങ്ങളുമായിട്ട് വന്നു എന്ന് തോന്നുന്നു എന്നുള്ള ചില സംശയങ്ങളൊക്കെ ദുർഗയുടെ മനസ്സിൽ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ രാത്രി കണ്ണനാണെങ്കിൽ മഹിയെയും കൂട്ടി ഒരു ഡ്രൈവിന് പോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹി പറയുന്നുണ്ട്, വേണ്ട കണ്ണേട്ടാ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാവുമെന്ന് പറയുമ്പോൾ അതൊന്നും ഇല്ലടാ, നമുക്ക് ഡ്രൈവറെ കൂടെ കൂട്ടാം, പിന്നെ ഡ്രൈവറെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വണ്ടി ഓടിച്ചോളാം. ഈ രാത്രി തന്നെയും കൊണ്ട് കറങ്ങാനായിട്ട് മനസ്സിലും ഒരാഗ്രഹം. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം നമുക്ക് തിരികെ വന്നാൽ മതി, അപ്പോൾ പിന്നെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ലല്ലോ എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ഇന്ന് തന്നെ കഷ്ടിച്ചാണ് അമ്മയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത്. ആവേശം കൊണ്ട് കണ്ണേട്ടൻ ഓരോന്ന് ചെയ്തിട്ട് എല്ലാവരും എല്ലാം അറിയും എന്നെല്ലാം മഹി പറയുമ്പോൾ അതൊന്നും ഇല്ലടോ, താൻ സമാധാനമായിട്ട് ഇരിക്കുകയെന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒടുവിൽ മഹി അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ഒരുമിച്ചുള്ള പോക്ക് കണ്ടിട്ട് ദുർഗയ്ക്ക് വീണ്ടും ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദുർഗ കണ്ണനും മഹിയും പുറത്ത് പോയ തക്കം നോക്കി അവരുടെ മുറിയിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ റൂം മുഴുവൻ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ വാർഡ്രോബിൽ ഇരിക്കുന്ന തോമസ് വൈദ്യൻ മഹിക്ക് വേണ്ടി കഴിക്കാനായിട്ട് കൊടുത്തുവിട്ട ലേഹ്യങ്ങളും കഷായങ്ങളും ഒക്കെ ഇരിക്കുന്നത് കണ്ട് ഞെട്ടിത്തെരിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. അതുമാത്രമല്ല ഡോക്ടറുടെ സ്കാനിങ് റിപ്പോർട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇനി ഇവള് എല്ലാവരും ഇതെങ്ങനെ സംഭവിച്ചു, അവള് ഗർഭിണിയാണോ, ഇനിയിപ്പോൾ എല്ലാവരും കരുതുന്നത് പോലെ കണ്ണൻ നടന്നു തുടങ്ങിയോ, മേഘൻ മൂന്നാറിൽ വെച്ച് കണ്ടത് കണ്ണനെ തന്നെ ആയിരിക്കുമോ, ഇന്ന് അതുകൊണ്ടാണോ അവൻ വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയതാണോ എന്നുള്ള സംശയങ്ങളെല്ലാം ദുർഗയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ദുർഗയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കണ്ണൻ നടന്നു തുടങ്ങി. അതുമാത്രമല്ല മഹാലക്ഷ്മി ഗർഭിണിയാണ് എന്നുള്ള കാര്യവും ദുർഗ ഇപ്പോൾ ഇതോടുകൂടി മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്